നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ നമ്മൾ ഒറ്റപ്പെട്ടവരാണെന്ന്? അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ഒരു ഉണങ്ങിയ കൊമ്പ് പോലെ നാം ആർക്കും ഉപകാരപ്രദമല്ലാത്തൊരവസ്ഥയിലാണെന്ന്? എന്നാൽ പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഒരു മരത്തെക്കുറിച്ചാണ്. വെറുമൊരു മരമല്ല കേട്ടോ, നമ്മുടെ ആത്മീയ വേരുകളെ അടയാളപ്പെടുത്തുന്ന ഒലിവ് മരം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ പരമാർത്ഥം നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്നതാണ്. നാം ജനിച്ച സാഹചര്യമോ നമ്മുടെ പഴയ സ്വഭാവമോ എന്തുമാകട്ടെ, ബൈബിൾ നമ്മെ വിശേഷിപ്പിക്കുന്നത് കാട്ടൊലിവ് എന്നാണ്. കയ്പുള്ള ഫലങ്ങൾ നൽകിയിരുന്ന നമ്മെ ദൈവം തൻ്റെ സ്നേഹമാകുന്ന നല്ല ഒലിവ് മരത്തിലേക്ക് ഒട്ടിച്ചേർത്തു. ഇതാണ് നോമ്പ് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ. ഇവിടെ നാം മറന്നു പോകുന്ന 3 കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത്, നമ്മളല്ല, വേരാണ് നമ്മെ താങ്ങുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ പണവും പദ്ധതിയും ഭക്തിയുമൊക്കെയാണ് നമ്മെ നിലനിർത്തുന്നത് എന്ന്. എന്നാൽ പരമാർത്ഥം ഇതാണ്: ക്രിസ്തുവാകുന്ന ആ വേരിൽ നിന്ന് ഒഴുകുന്ന കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്. ആ വേരറ്റാൽ നാം വെറുമൊരു ഉണങ്ങിയ വിറക് മാത്രമാണ്. രണ്ടാമത്തേത്, മുറിച്ചു മാറ്റപ്പെട്ട കൊമ്പുകളെ നോക്കി നാം ഒരിക്കലും പരിഹസിക്കരുത്. അഹങ്കാരം വീഴ്ചയുടെ തുടക്കമാണ്. ദൈവം സ്വാഭാവിക കൊമ്പുകളെ പോലും മാറ്റി നിർത്തിയെങ്കിൽ ഒട്ടിച്ചേർക്കപ്പെട്ട നമ്മൾ എത്രത്തോളം വിനയമുള്ളവരായിരിക്കണം. മൂന്നാമത്തേത്, കാട്ടൊലിവിൻ്റെ കയ്പ് മാറി നല്ല ഒലിവിൻ്റെ ഗുണം നമ്മളിൽ വരണമെങ്കിൽ ആ മരത്തിൻ്റെ ജീവരസവുമായി നാം ഒന്നാകണം. പ്രാർത്ഥനയും വചനവുമാണ് ആ ജീവരസങ്ങൾ. ഈ നോമ്പ് കാലത്ത് ഉണങ്ങിപ്പോയ നമ്മുടെ ആത്മീയ ജീവിതത്തെ ആ വേരുകളിലേക്ക് ഒന്നും കൂടി അടുപ്പിക്കാം. അഹങ്കാരത്തിൻ്റെ കൊമ്പുകൾ വെട്ടിമാറ്റി ക്രിസ്തുവിൽ നമുക്ക് ഒന്നാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നെ നിൻ്റെ സ്നേഹമാകുന്ന ഒലിവ് മരത്തിൽ ഒട്ടിച്ചേർത്തതിന് നന്ദി. എൻ്റെ അഹങ്കാരങ്ങളെ നീക്കിക്കളയണമേ. നിൻ്റെ കൃപയാകുന്ന വേരുകളിൽ നിന്ന് ജീവൻ സ്വീകരിച്ച് ലോകത്തിന് നന്മയുടെ ഫലങ്ങൾ നൽകാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.